ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് അറിയോ, നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇന്ന് ഗുരുവായൂർ പോകാൻ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സായിട്ട് പോകാൻ നിൽക്കുകയാണ്. ഒരാളെന്നെ പിക്ക് ചെയ്തിട്ടുണ്ട്, അല്ല അവൻ എന്നെ വന്നിട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കിടെ കൂടെ നമ്മൾ ക്രിസ്ത്യനും വിഷ്ണുവിനെയും എടുത്തിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഗുരുവായൂർക്കാണ്. ഇന്ന് ഒരുപാട് പണിയുണ്ട്, സൺഡേ ആണ്, വീട്ടിൽ വന്നിട്ട് ഒരുപാട് പണിയുണ്ട്. ചിലപ്പോൾ നമ്മളിന്ന് സ്വത്തപ്പന എടുക്കാൻ പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ബാക്കിയുള്ള കാണാം കേട്ടോ. ഉപദേശമല്ലാണ്ടൊന്നും ഇല്ല മോനെ എനിക്ക്. ബൈക്കിൽ പോയിരുന്ന ഞങ്ങൾ കാറിലേക്ക് ഇതായിട്ട് പിന്നെ വഴി നിന്ന് വെച്ച് കിട്ടിയതാ. അപ്പോൾ ഞങ്ങൾ കുളിച്ചിട്ട് പോരാൻ പറഞ്ഞു. 8:30 കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോന്നു. തടിയാ പറയടാ, എന്താ വരലിന് എന്താ വണ്ടി കുറച്ച് ദിവസമായി എടുത്തിട്ട്. ഞാനാണെങ്കിൽ മെക്കാനിക്കാണ് പഠിച്ചത്, അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല. ഇനി എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് മാറ്റാനൊക്കെ പറയും. എന്തോ ഒരു കേബിള് കത്തി അമ്പലത്തേക്ക് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ എനിക്കും ക്രിസ്ത്യൻ വിഷ്ണു മാത്രമാണ് കേട്ടോ. ഉണ്ടുവിനെ ഞങ്ങൾക്ക് വഴി നീട്ടിയതാ. പെട്ടെന്ന് ഉണ്ടുവിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ക്രിസ്ത്യൻ വിഷ്ണു ബൈക്കുമേ വന്നിട്ടുണ്ടായിരുന്നു. അവരവിടെ ബൈക്ക് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളവരെ പിക്ക് ചെയ്തിട്ട് നേരെ പോകാൻ പോവാണ്. നമ്മൾ ടീമായി കഴിഞ്ഞാല് എപ്പോഴും ഒരു അരയുണ്ടാവും. ഇന്ന് ക്രിസ്ത്യാനിട്ടാരാ, അവള് മുടി വെട്ടിയിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ അവളുടെ വെച്ചാൽ ഭയങ്കര ഭംഗിയാണെന്നാണ്. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നല്ല തൂക്കുണ്ട്. ഒരു വൃത്തിയില്ലാട്ട മുടി വെട്ടിയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചു കേട്ടോ. ഗ്ലാസിൻ്റെ മോട്ടർ കത്തിയതാണ്. ഒരു പൊട്ട മണമൊക്കെ എടുക്കണമായിരുന്നു. വണ്ടിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റി. കശ് നമ്മളങ്ങനെ ഗുരുവായൂർക്ക് പോയി. നമ്മൾ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേരുണ്ട്. ഇവളുടെ ലുക്ക് കണ്ടിട്ടോ, പഴയ ലുക്ക്. മുടിയുള്ളപ്പോ പിന്നെ മങ്ങിണ്ടായിരുന്നു. എന്ത് വൃത്തിയാടാ അടക്കടക്കെ. എല്ലാവരുടെയും മുഖത്ത് നല്ലൊരു സന്തോഷം ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ഗുരുവായൂർ എല്ലാവരുടെയും ലൈഫിൽ ഓരോ ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ട് കേട്ടോ. ചിലർ മുതലാളിയായിരുന്നു, ചിലർ ഫ്രണ്ട്ഷിപ്പ് കിട്ടിയാണ്, ചിലർ വണ്ടി എടുത്തായിരുന്നു, ചിലർക്ക് പുതിയ ജോലി കിട്ടിയാണ്. അങ്ങനെ എല്ലാവർക്കും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടോ? വയ്യാട്ടാ, ചുമയും വേനയൊക്കെയാണ്. അതുകൊണ്ടാണ് ഇത്ര ദിവസമായിട്ട് വീഡിയോ ഇടാഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് 2-3 ദിവസമായിട്ട് കേട്ടോ വീഡിയോ എടുത്ത് വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല, ബിക്കോസ് ഒട്ടും വയ്യായിരുന്നു, സൗണ്ടൊന്നും പോയിട്ട്. ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വന്നുകൊണ്ടാണ് ഭയങ്കര ഫ്രീഡം ഉണ്ട്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അച്ഛനമ്മയുടെ ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടും പോകാൻ പറ്റില്ല, അവരുടെ കൂടെ നടക്കേണ്ടി വരും. ഞങ്ങൾ എല്ലാ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രാർത്ഥിച്ചു കൂട്ടാ. പിന്നെ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഡാൻസ് നടക്കുന്നുണ്ട്, പിന്നെ റൈറ്റ് സൈഡിലാണെങ്കിൽ കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ബിസിയിലാണ്, കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ധൃതിയിലാണ്. കുറേ പേര് വരി എന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, അത്രയും വരിയൊക്കെ എന്നിട്ട്. അത് ഈ കണ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും പറയാറുണ്ട്, ചിലരൊക്കെ ഞാൻ പറയാനായിട്ടുണ്ട് കേട്ടോ, കണ്ണനെ കാണണമെങ്കിൽ കണ്ണൻ വിചാരിക്കണം, അങ്ങനെ ഒരു ടൈമിൽ വന്ന് കാണാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് നമുക്ക് എപ്പോഴെങ്കിലും കാണാൻ പറ്റില്ല കേട്ടോ. ഒന്നെങ്കിൽ കണ്ണനെ കാണാൻ നമുക്ക് താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കണ്ണന് നമ്മളെ കാണണമെന്നുള്ളതുകൊണ്ട് എപ്പോഴും വരാൻ പറയണമായിരിക്കാം. ഞങ്ങളിൽ എൻ്റെ ആകെ ഒരു 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എൻ്റെ നിൽക്കിടയിൽ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ലോട്ടറി എടുത്തു, 2 ലോട്ടറി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ 80 രൂപ അങ്ങനെ പോയി. ഒരു മനസ്സമാധാനമായിട്ട് ലോട്ടറി എടുത്ത് കഴിഞ്ഞപ്പോൾ ഇനി ഒന്നും ഇല്ലല്ലോ ചിലവാക്കാനുള്ളതെന്ന് വെച്ചിട്ട് സൺഡേ ആയിട്ട് ഉണ്ടായിരുന്ന പൈസ അത് അങ്ങനെ ചിലവാക്കിയിട്ട് 2 ലോട്ടറി എടുത്തിട്ട് ഞാൻ 20 രൂപ ഉണ്ടായിരുന്നു, അതവിടെ ഭണ്ണാരത്തിൽ ഇട്ടു. പിന്നെ നേരെ ഞങ്ങൾ വണ്ടിയിൽ കയറാൻ നോക്കിയിട്ടാണ്. മെല്ലെ നടന്ന് വണ്ടിയിൽ കയറി. ഇനി അവരെന്നെ കിട്ടിയത് എവിടെയാണോ അവിടെ തന്നെ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് തൂക്കണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓരോരുത്തരും കുറ്റം പറയുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഫണ്ണായിട്ട് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ഈ നിമിഷം അടിപൊളി തന്നെയായിരിക്കും. അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു അങ്ങനെ അമ്പലത്തിൽ പോയത്. പിന്നെ കാർ എടുക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു ലക്ക് തന്നെ കേട്ടോ, കാരണം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇറങ്ങിപ്പൊക്കോന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ചെരുപ്പൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ട് കേട്ടോ. കാരണം അവളുടെ സ്ഥലമെത്തി. അവളും വിഷ്ണു കൂടിയിട്ട് വണ്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നെ, അവർ സ്കൂട്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ ഇറങ്ങിപ്പോയിട്ടാണ്. പിന്നെ ഞങ്ങൾ എന്നെ ഈ കുറ്റം പറയില്ല, ഇനി അങ്ങനെ ചെയ്തിട്ടാണ്, പണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കഥകളായിട്ടാണ്. അപ്പോൾ ഞാനത് കേട്ടിരുന്നു, അല്ലാണ്ട് നിവർത്തിയൊന്നുമില്ല. പിന്നെ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ്. ഫുഡ് കഴിച്ച് വന്ന് വീണ്ടും ക്രിസ്ത്യൻ വിഷ്ണു കൂടിയിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. അവർ ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ചപ്പാറ മുകളിൽ കയറി രാവിലെ തുടങ്ങിയാണ് തറപ്പണേട്ടാ. രാവിലെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ, കാരണം ഫീൽ ഭയങ്കര ചൂടാണ്. പണിയെടുക്കില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് തുള്ളികൾ കാണാനില്ല. വീടിൻ്റെ പണി എന്തായെന്നൊക്കെ ഒരുപാട് ചോദിക്കുന്ന കാണാറുണ്ട് കേട്ടോ. ഇതാണിപ്പോൾ കഴിഞ്ഞേക്കണത്, ചളിയാക്കി വെച്ചേക്കാം. ഇനി സ്വത്തപ്പം വേണ്ടിയിട്ടാണ് അവനും കൂടി പിക്ക് ചെയ്യണം. അവൻ വീട്ടിൽ വന്നത് അവനും കൊണ്ട് പുറത്തിറങ്ങിയിട്ടാണ്. സ്വത്തപ്പെടുന്നൊന്നും വാങ്ങരുതിട്ടാ, വാ ഒന്നും നോക്കണ്ട കേട്ടാ, അങ്ങോട്ടൊന്നും നോക്കണ്ട. കണ്ണൊക്കെ പൊത്തിക്കോ, കണ്ണ് പൊത്തിക്കോ. മാമൻ്റെ പൈസ ഇല്ല, കണ്ണുപൊത്ത് പൈസ ഇല്ല, കണ്ണുപൊത്ത് അങ്ങോട്ട് നോക്കണ്ട കേട്ടോ, നോക്കണ്ട. പ്രശ്നമായി അങ്ങോട്ട്
മച്ചാട് മാമത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മച്ചാട് മാമൻ കേട്ടാ കുതിരവേലയാണ്, പോയി കുതിരവേലയാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് ചേഞ്ചസ് വന്നു കേട്ടോ അമ്പലത്തിലും കാര്യങ്ങൾക്കൊക്കെ. ദേവസ്വം ബോർഡൊക്കെ ഏറ്റെടുത്ത് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് എനിക്ക് വലിയ കാര്യമാണ് കേട്ടോ. ഇവന് ആവശ്യമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. ഞാൻ എത്ര സന്തോഷമാണ് നടക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കണതിൻ്റെ തന്നെ നെയ്ക്കിടെ കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത്. നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അവൻ. ഏത് കടയിൽ പോയാലും ഒരു സാധനം അവൻ എന്തായാലും ഇഷ്ടമാവും. ഒക്കെ എടുക്കുന്നത് ചുക്കിളി സാധനങ്ങളാണ്, പെട്ടെന്ന് പൊട്ടണതും കാര്യങ്ങളൊക്കെ. ഇത് ഞാൻ എൻ്റെ ഇടയിൽ എടുത്ത കാറാട്ടാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. 250 രൂപയൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് അവിടെ നൈസായിട്ട് വെച്ച്. പിന്നെ കടയിൽ പോയപ്പോൾ കണ്ണട വേണമെന്നായി, പിന്നെ പിയോന വേണമെന്നായി, പിന്നെ എന്തൊക്കെയോ മേടിച്ചു കിട്ടോ. പിന്നെ കപ്പലണ്ടി വേണമെന്നായി. ഒന്നും മേടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. പിന്നെ കടയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. പിന്നെ വാച്ച് വേണമെന്നായി. വേണ്ടൻ്റെ വാച്ചൊക്കെ ഒരു ദിവസം നിന്നുള്ളൂ കേട്ടോ, അപ്പോഴേക്കും നശിപ്പിച്ച്. പിന്നെ പിള്ളേരല്ലേ, അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എനിക്കത് അറിയായിരുന്നു. അതുകൊണ്ട് പിന്നെ എന്താ വേണ്ടത് വെച്ചാൽ വാങ്ങിക്കോ. പിന്നെ നാളെ എൻ്റെ അടുത്ത് പറയരുത്, നാളെ മാമ ഉണ്ടാവില്ല പൂരത്തിന്, എവിടെയെങ്കിലും പുറത്ത് പോകും, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്യണമായിരുന്നു കേട്ടോ. ഇനി കുഞ്ഞുണ്ട് കേട്ടോ, കുഞ്ഞിനും കുറേ സാധനങ്ങൾ മേടിച്ച് കൊടുക്കാനുള്ള. പക്ഷേ കുഞ്ഞിനെ അങ്ങോട്ട് എടുത്തു കൊണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ലേ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ടുവന്നില്ല. ഇവന് ഇത്തിരി വാശി കൂടല്ല. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും മേടിച്ച് കൊടുത്തു വിട്ടു. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഇതിനപ്പുറം സന്തോഷമില്ല കേട്ടോ. എനിക്കൊന്നും വാങ്ങിയില്ലെങ്കിലും ഉണ്ണികൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതെങ്ങനെ ഞാൻ പറയേണ്ട അറിയില്ല. അമ്പലത്തിൽ ഓരോരുത്തർക്കും ഓരോ അവകാശമുണ്ട്. അതിലൊരു അവകാശമാണ് ഇവർ ഈ കളിക്കുന്നത് കേട്ടോ. ഇവർക്ക് ഭയങ്കര പ്രാധാന്യമുള്ളതായി അമ്പലത്തിലെ പരിപാടികളിലെ എല്ലാ ചടങ്ങിലും ഇങ്ങനത്തെ ഓരോ പരിപാടികളുണ്ടാവും കേട്ടോ. പണ്ടത്തെ ട്രഡീഷണൽ ബേസ്ഡ് ആയിട്ട്. ഇതെങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാ ജാതിക്കാർക്കും ഓരോ അവകാശമുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ സ്വത്തപ്പന അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡാൻസ് കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് വാശി കയറിയിട്ട് അവൻ വാശി ഉള്ളിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പറ വന്നു കേട്ടോ. ഇവിടുത്തെ പറ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മച്ചാട് മാമന്ന് ഒന്ന് ഓൺലൈനിൽ അടിച്ചു നോക്കണം കേട്ടോ. ഇവിടുത്തെ പറ എൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പറ വരുന്നതിൻ്റെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ പൊട്ടുണ്ട്. ഇവിടുത്തെ ദൈവത്തിന്, അതായത് ആ കോമരത്തിന് നമ്മൾ തോളിലേറ്റിട്ടാണ് നടക്കുക. നിലത്ത് കാലങ്ങനെ വെക്കാറില്ല. വീട്ടിലൊക്കെ കയറുമ്പോഴാണ് ഇറങ്ങി നടക്കുക കേട്ടോ. അവരൊരു 5 ദിവസം കൊണ്ട് ഏകദേശം 5-6 ദേശമൊക്കെ കവർ ചെയ്തിട്ട് കൂട്ടാം. എനിക്ക് കറക്റ്റ് എന്നൊന്നും അറിയില്ല, ഞാനും പോയിട്ടുള്ളതാണ്. നടന്ന് വയ്യാണ്ടാവും, പക്ഷെ നടക്കാനൊന്നും നമ്മൾ നിർത്തുന്നില്ല കേട്ടോ. ഭയങ്കര എനർജി ആയിരിക്കും. മച്ചാട് മാമാകാണ് കേട്ടോ. അപ്പോൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്, കുർത്തയൊക്കെ ഇട്ടിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നേക്കാണ് കേട്ടോ ചൊള്ളൻ. ഞാൻ എണീറ്റിട്ടുള്ളൂ. ഇനി എനിക്ക് കുളിച്ചിട്ട് വേണം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. കുഞ്ഞൊക്കെ രാവിലെ തന്നെ ഫുഡ് അടിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. കുഞ്ഞ് പപ്പടവും ചോറൊക്കെ എടുത്തിട്ട് ഒറ്റയ്ക്ക് കഴിക്കും ഫുഡൊക്കെ. എനിക്ക് ഭയങ്കര അതിശയം ഉണ്ടാകും കുഞ്ഞ് ഒറ്റയ്ക്ക് കഴിക്കാൻ കാണുമ്പോൾ. കുഞ്ഞു കുട്ടികളല്ലേ വാരി കൊടുത്തൂടെ എന്നൊക്കെ തോന്നും. അപ്പോൾ വാരി കൊടുക്കാൻ നിന്നാലും അവൾ കഴിക്കുക കഴിയും, പക്ഷേ അവൾക്ക് ഒറ്റയ്ക്ക് കഴിക്കണ ഇഷ്ടം. കുഞ്ഞുവിൻ്റെയും സ്വത്തപ്പൻ്റെയും അമ്മ മായട്ടി, അതായത് എൻ്റെ അനിയത്തി, ഇവിടുത്തെ മോള്. അപ്പോൾ അവൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അളിയൻ വന്നിട്ടില്ല, അളിയന് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഭയങ്കര വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആട്ടാ. ജിമ്മാവ് പറയും. ഞങ്ങള് പൂരത്തിന് വന്നാന്ന് പറയും. തിരുവണിക്കാവ് പൂരത്തിന് വന്നാന്ന് പറയും. അമ്പലത്തിലൊക്കെ പോയിന്ന് പറയും. മാമതൊക്കെ വാങ്ങി തന്നു പറയും. ജോലി ഇല്ലെങ്കിലും മാമതൊക്കെ വാങ്ങി തന്നു പറയും. എന്താ പാച്ചാര് വാങ്ങിയെന്നാ? ഞാൻ വാങ്ങിയെന്നല്ലേ? അടിച്ച് സൂപ്പറാക്കുന്നു. ഞങ്ങളുടെ പൂരാണ് മച്ചാട് മാമകം. അപ്പൊ അതിന്റെ പരിപാടിയിലാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടോ കേട്ടാ. കണ്ടൊക്കെ പറയും. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. കുഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. കുഞ്ഞിന്റെ അഭിപ്രായം എന്താണ്? മാമന്റെ ചാനലിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം പറഞ്ഞേ? അടിപൊളി പറയും. അടിപൊളി ഇങ്ങോട്ട് നോക്കിട്ട് പറയും. അടിപൊളി പറയും. അയ്യോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്നു കേട്ടോ. അമ്പലത്തിൽ വന്ന് രാവിലെ വന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പിന്നെ വീട്ടിലേക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായി. ഒരു 10 മണിയൊക്കെ വരുമ്പോൾ കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ പന്തലും കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ നടപ്പുരയൊക്കെ ഇപ്രാവശ്യം പുതിയത് ഉണ്ടാക്കിയതാണ്. വലിയ പരിപാടിയായിരുന്നു കേട്ടോ അതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ. സംഭവം ഞങ്ങളുടെ കുറേ പൂരങ്ങൾക്കൊക്കെ ഇവിടെ നിന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഐതിഹ്യം കാര്യങ്ങളൊന്നും അറിയില്ല. ഇവിടുത്തെ ദേവിക്ക് പൂരങ്ങൾ, അതായത് ആനപ്പൂരങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. ആനേനെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് പൊയ്ക്കുതിര വെച്ചിട്ട് ഇവിടുത്തെ വേലയ്ക്ക് ആനകൾക്ക് പകരം കുതിരേനെ കൊണ്ടുവരണം കേട്ടോ. അങ്ങനെയാണ് എനിക്കറിയുന്നത് കേട്ടോ. ഐതിഹ്യം ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, എനിക്ക് വലിയ രീതിയിലൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ഇവിടുത്തെ പറയ്ക്കും എല്ലാ കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് തന്നെയാണ് എല്ലാ പ്രാവശ്യം പൂരത്തിന് വരാറ്. ഫാമിലിയായിട്ട് വന്നതാണ് ഞാൻ ഏറെക്കുറെ കുറവാണ്. പണ്ടൊക്കെയാണ് ഫാമിലിയായിട്ട് വന്നത് കേട്ടോ. പിന്നെ ഉണ്ണിയോളതിന് ശേഷമാണ് ഞാൻ എല്ലാവരുമായിട്ട് ഫാമിലിയായിട്ടൊക്കെ കൂടി ഈ പൂരത്തിന് വരുന്നത്. നമ്മൾ പൂരത്തിന് വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ വാങ്ങി കൊടുക്കും കേട്ടോ. കാരണം അതുപോലെ ചീച്ചും ചേട്ടനും ഒക്കെ വരുന്നതാണ്. അപ്പോൾ അവിടേക്ക് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വയ്ക്കണം. പിന്നെ ഉണ്ണികൾക്ക് കുറച്ച് കളിപ്പാട്ടം വാങ്ങാണ്ട് ചെറിയ ഉണ്ണിക്ക് വാങ്ങാനുള്ള പൈസയും കൊടുത്തു വിട്ടാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ണീനെ കൊണ്ട് വരാൻ പറ്റില്ല. പിന്നെ അവിടെ നിറച്ച് പൊടിയാണ്. നമുക്ക് എപ്പോഴും ഉണ്ണീനെ എടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വയ്യായ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടാണ്. നല്ല റേറ്റാണ് കേട്ടോ. നമ്മൾ പി സി വേണം വാങ്ങാൻ. ലാസ്റ്റ് ആളുടെ അടുത്ത് റെൻ്റ് എത്ര ചോദിച്ചു. 6000 രൂപ ഇന്നേക്ക് മാത്രം കൊടുക്കണം. അപ്പോൾ ആൾക്ക് വാങ്ങണതിനൊരു ഇതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ എടുത്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു.
ഗൈസ് മച്ചാട് പൂരത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? നമ്മുടെ കൂട്ടുകാരൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പറയടാ. മച്ചാട് പൂരം എന്ന് പറഞ്ഞൊരു പൂരമാണ്. അത് മച്ചാട് നടക്കുന്ന പൂരമാണ്. മച്ചാട് പൂരല്ല കേട്ടോ, വേലയാണ്, കുതിരവേല. ഞങ്ങൾക്ക് അറിയുന്നില്ല, പക്ഷേ പൊയ്ക്കുതിരകളെ വെച്ചിട്ട് അതായത് ഇവിടുത്തെ ദേവിക്ക് ആനേനെ പേടിയാണ്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഈ പൊയ്ക്കുതിര എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നത്. ആ പൊയ്ക്കുതിര വെച്ചിട്ട് ഒരു പന്തലുണ്ട്, ആ പന്തലിൻ്റെ മുകളിലേക്ക് കുതിരേനെ എടുത്ത് എറിയും. എന്താ പറയുക, എനിക്കറിയില്ല. അതല്ലേ വാഴ എന്ന് പറയുന്നത്. അപ്പോൾ ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിൽ നോക്കേണ്ടി വരും, നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ നമുക്കറിയണ കാര്യം ഇതാണ്. ഓക്കെ, അങ്ങനെ സ്ഥിരം പോലെ വീട്ടിലൊക്കെ പോയി, കൂട്ടുകാരന്മാരുടെ വീട്ടിലൊക്കെ പോയി, വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ കുഞ്ഞൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. അടുത്ത ദിവസം ഒത്തപ്പനും കിടന്നുറങ്ങുന്നത്. എനിക്ക് ഇത്ര നേരം ചാടി കളിച്ച് കിടന്നുറങ്ങാൻ കേട്ടോ. അവർക്കൊരു ടൈമുണ്ട്, ടൈമായി അവരെന്തായാലും ഉറങ്ങും. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ രാമൂത്തേനെ എടുത്തിട്ട് ഞാൻ നേരെ അമ്പലത്തേക്ക് പോയി വാട പൂരം കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞു. പോകുമ്പോൾ എൻ്റെ അടുത്ത് ഐസ്ക്രീമൊന്നും കഴിക്കില്ല, വേണ്ട വയ്യ എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീം വേണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ കിളി പറ തുടങ്ങി. ഇവിടുത്തെ ദേവിക്ക് കുതിരേനെ ഇഷ്ടമുള്ള പോലെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് കുംഭകുടം എന്നതിന് പറയാം, നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെയൊക്കെ ഉണ്ട് ശൂലം, കുംഭകുടം എന്നൊക്കെ പറയാനായിട്ടാ. ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. എൻ്റെ അമ്മയൊക്കെ പണ്ട് കുംഭകുടം വെച്ച് കളിച്ചിരുന്നു എന്നൊക്കെ ഞാൻ പറയുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ അറിയപ്പെടുന്ന കേട്ടോ. ഇവിടെ ഒരു മുസ്ലിം ചേട്ടനുണ്ട്. ചേട്ടൻ അമ്പലത്തിൽ വന്നിട്ട് ഇതുപോലെ കുംഭകുടം നോക്കും. ഞാൻ കണ്ടില്ല പ്രാവശ്യം. ആൾ കുറേ വർഷമായിട്ട് ചെയ്യണതാണ്. അത് ഭയങ്കര വലിയ കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇടയിൽ സ്വത്തപ്പം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ എവിടേക്ക് പോകണമെന്ന് അവൻ തീരുമാനിക്കും. അപ്പോൾ അവിടേക്ക് മാത്രമേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വാശി. നമ്മുടെ കൂടെ വരാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അവൻ കാല് പിടിച്ച് കരഞ്ഞു ഉണ്ടമ്പരും. പക്ഷെ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അവൻ തീരുമാനിക്കും എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, അവൻ എന്ത് കഴിക്കണം, അവൻ എന്ത് കളിപ്പാട്ടം വേണം എന്നുള്ളതൊക്കെ അവൻ വാശി പിടിച്ച് മേടിക്കും കേട്ടോ. അവന് അങ്ങനെ ഒരു സംഭവമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കച്ചവടക്കാരും കൊട്ടും മേളവും ഏലത്താളവും കൊമ്പുവിളിയും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊമ്പുവിളികൾ കേട്ടോ. അപ്പോൾ കൊമ്പുവിളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇവിടെ അങ്ങനെയാണ് കൊട്ടൽ കൊമ്പുവിളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പറ പുറപ്പെടുമ്പോഴും കൊമ്പുവിളിയും ഊത്തുന്ന തോന്നുന്നു പറയുക. അങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ടാണ് പറയൊക്കെ പുറപ്പെടുക. ഇത് ഓരോ അമ്പലത്തിൽ നിന്ന് വന്നിട്ടുള്ള കുതിരകളാണ് കേട്ടോ. അതായത് ഈ അമ്പലത്തിലെ ദേവിയുടെ തിരുവാണിക്കാവ് അമ്മയുടെ അനിയനും അനിയത്തിയും ചേട്ടനും അങ്ങനെയുള്ള ബന്ധത്തിലുള്ള കുതിരകളാണ് എന്നാണ് കേട്ടോ പറയുക. പൂരങ്ങൾ എന്നൊക്കെ പറയില്ലേ, തൊട്ടടുത്ത അമ്പലത്തിൽ നിന്നൊക്കെ കൊണ്ടുവരണതാണ് കേട്ടോ. അതിൽ ഏറ്റവും വലിയ കുതിരയാണ് അയ്യപ്പൻ്റെ കുതിര. ആ വെള്ളയും കറുപ്പും കണ്ടില്ലേ, ആ കുതിര കേട്ടോ. ഇതല്ല കുഞ്ഞിന്നല്ല കേട്ടോ, അതിൻ്റെ റൈറ്റ് സൈഡിലുണ്ട് വെള്ളയും കറുപ്പും കൂടിയിട്ടുള്ളത്. ആ കുതിരയാണ് ഈ പന്തലൊക്കെ മുട്ടിക്കുക കേട്ടോ. ഓരോ കുതിരകൾ എറിയൂട്ടാ. ഇതെല്ലാവരും 4 തോളിലും ഏറ്റിയിട്ട് ആണ് ഇവരിത് മുകളിലേക്ക് എറിയുക കേട്ടോ. എറിയണ കാണുന്നൊക്കെ ഒരു ചടങ്ങാണ്, കാണാൻ രസമാണ് കേട്ടോ. വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നിറഞ്ഞാണ്, ഒപ്പം റിസ്ക്കുമാണ് കേട്ടോ. നല്ല തേക്കിൻ്റെ മരമൊക്കെയാണ്. തലയിലൊക്കെ വന്ന് ഇടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വശമാണ്. പക്ഷേ എല്ലാവരും സേഫായിട്ടാണ് ചെയ്യുക. ഇതാണ്ട പന്തൽ. ഈ പന്തലിലേക്ക് നമ്മൾ എറിഞ്ഞു മുട്ടിക്കണം. ഏറ്റവും കൂടുതൽ എപ്പോഴും ജയിക്കണത് അയ്യപ്പൻ്റെ കുതിരയായിരിക്കും. പിറ്റത്തെ ദിവസം ഇതിന് മുകളിലേക്ക് എറിഞ്ഞ് ആ പന്തൽ കീറിക്കും കേട്ടോ. അതാണ് ചടങ്ങ്. അതാണ് കാണാൻ രസമുള്ളതാണ്. തലേദിവസം ഉണ്ട് പോയി തന്നെ അന്നും ഈ ചടങ്ങുണ്ട് കേട്ടോ. തലേദിവസമാണെങ്കിൽ രാവിലെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതൊരു ഈവനിങ് ടൈമിലാണ് ഉണ്ടാവുക. കൊമ്പൂത്തിന് കൊണ്ടുപോയിട്ട് അവനെ ഞാൻ തോളിലേറ്റിട്ടാണ് കൊണ്ടുപോയത്. ഭയങ്കര കുറുമ്പ്, നിലത്ത് വെച്ചിട്ട് നിൽക്കണമെന്നില്ല കേട്ടോ. അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊമ്പൂത്തൊന്നും കാണാനേ നിൽക്കണില്ല. പക്ഷെ അവൻ എൻജോയ് ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ. അവൻ എല്ലായിടത്തേക്കും ഓടി നടക്കണം. ഈ ഇടയിലൊക്കെ പോയി കഴിഞ്ഞാൽ എവിടുന്നാണ് കിട്ടുകയെന്നും കൂടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ പറ്റുന്നില്ല, കൊമ്പൂത്ത് കാണും വേണം. അപ്പോൾ ഞങ്ങൾ കുറേ അഡ്ജസ്റ്റ് ചെയ്തെന്ന് കണ്ട് പിന്നെ പന്തലിൻ്റെ അവിടെയൊക്കെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് അവനെ നിർത്തി കുറച്ച് കുതിരയുടെ അവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. ഇതൊരു ബാക്കിൻ്റെ വ്യൂ ആണ് കേട്ടോ. അത്രയും ഹൈറ്റുള്ള പന്തലാണ് ഇവരിത് എറിഞ്ഞ് പൊട്ടിക്കുക കേട്ടോ. എറിഞ്ഞും പൊട്ടിക്കും വേണം, മുട്ടിക്കും വേണം കേട്ടോ. ഞാൻ അതൊക്കെ കഴിഞ്ഞ് അവനെ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ മാറ്റി പുറത്ത് പോയേക്കായിരുന്നു. പിന്നെ അതിൻ്റെ കഥയും പരിഭവവും പറച്ചിലൊക്കെ ആയിരുന്നു സ്വത്തപ്പൻ്റെ അടുത്തും കുഞ്ഞുവിൻ്റെ അടുത്തും. കുഞ്ഞുവിനാണ് അമ്മേനെ കാണാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കേട്ടോ. വൈകുന്നേരം ഞാൻ എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടാവാറ്, പാട്ട് പരിപാടികളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഫുൾ അടിച്ചുപൊളി കാര്യങ്ങളാണ്. എനിക്കറിയായിരുന്നു ഇവിടെ നിറച്ച് പൊടിയാവുന്നത്. അതുകൊണ്ട് ഞാൻ തോർത്തുകൊണ്ടൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി അറിയില്ല, തോർത്തുകൊണ്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പൊടി ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഓളിയിട്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ ഞാൻ കുറേ ആൾക്കാരായിട്ട് പരിചയപ്പെട്ടു കേട്ടോ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒരു വയസ്സായിട്ടുള്ള ഒരു അപ്പനായിട്ട് പരിചയപ്പെട്ടതാണ്. ആളുടെ ഞങ്ങൾ ഫുൾ ഡാൻസ് കളി. ആൾ 68 വയസ്സ് സംതിങ് ആയിട്ട്, പക്ഷേ ഫുൾ വൈബാണ്. ആളൊരു കുതിരയുടെ കൂടെ വന്നാണ് കേട്ടോ. ആളിൻ്റെ അടുത്ത് അതിൻ്റെ ഇടയിൽ കഥയൊക്കെ പറഞ്ഞു കേട്ടോ. ഈ പാട്ടിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും സെറ്റാക്കാൻ വേണ്ട എനിക്കുള്ള പിള്ളേരുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ആളെ ഭയങ്കര കണക്ഷനുള്ള ആളാണെന്ന് തോന്നുന്നു. മീൻസ് ആ കുതിരയുടെ കൂടെ വന്നിട്ടുള്ള കുറേ ചേട്ടന്മാരൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ അമ്പലത്തിലെ എല്ലാ പരിപാടിയും പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സിത്താരയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. പാട്ടൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അവസാനം ക്ലൈമാക്സ് ഇഷ്ടമായില്ല. ആൾക്കാർ അറിയണ ഏതോ പാട്ട് പാടിയിട്ട് പോയ പോലെ ഒരു ഫീൽ തോന്നിയിട്ടാണ്. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തോന്നിയ കാര്യമാണ് പറഞ്ഞു.
ഫ്രണ്ടിലൊരാളുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം അത് കട്ട് ചെയ്തിട്ടാണ് ഇത്രയും വലിയ പന്തലൊക്കെ ഉയർത്തിയത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലത്തെ ആൾ എന്തായാലും ഭയങ്കര മിസ്സിങ് ആണ്. പണ്ടത്തെ വൈബൊക്കെ ഇവിടെ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ ഓർമ്മ വരും കേട്ടോ. പിന്നെ ഓരോരുത്തർക്ക് വയ്യ, അപ്പോൾ കാല് തിരുമ്പലും കാര്യങ്ങളൊക്കെ ആയി, പിന്നെ കിടപ്പായി. എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളും, അതായത് പായയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് വന്നു കേട്ടോ. ചിലർ ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ കിടക്കും, രാവിലെയൊക്കെ ആകുമ്പോഴേ എണീറ്റ് പോകുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ പന്തൽ പൊട്ടിക്കലുണ്ടെന്ന്. അപ്പോൾ അങ്ങനത്തെ ചടങ്ങുകളുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ് വന്നവരൊക്കെ സെപ്പറേറ്റ് ആയി പോകാൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ സ്വത്തുപ്പനൊക്കെ പോകാൻ റെഡി തുടങ്ങിയിട്ടാ. സ്വത്തുപ്പ ഉറങ്ങിയിട്ട് എനിക്കില്ല, വീട്ടിൽ പോകാൻ ദിവസം നിന്നുള്ളൂ. എന്നിട്ട് എല്ലാ സെലിബ്രേഷനും ഒറ്റ ദിവസം കൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ഇനി വീട് ഉറങ്ങിയ പോലെയോ. ഇത് മറ്റേത് എല്ലാ റൂമിലും ഓടി ഓടി ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഒരു ബോളിട്ട് എല്ലാ വീട്ടിലും എല്ലാ റൂമിലും ഓടി ഓടി എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് എല്ലാവരും ശല്യം ചെയ്തിട്ട് നടന്നിരുന്നവരാ. ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പോകുമ്പോൾ നമുക്കും എന്താ പോലെയോ വീടൊക്കെ ഉറങ്ങിയ പോലെയോ കേട്ടോ. അപ്പം അതിൻ്റെ ചെറിയ സങ്കടമുണ്ട്. അച്ഛനാണ് കൊണ്ടാക്കാൻ പോകണം കേട്ടോ. സ്വത്തിപ്പം ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട്, കുഞ്ഞ് ബാക്കിലിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്ത് കളിപ്പാട്ടൊക്കെ വാങ്ങി കൊടുത്ത് നമ്മൾ അവനെ പറഞ്ഞു വെച്ചു കേട്ടോ. പിന്നെ അടുത്തെന്തെങ്കിലും വിശേഷം ആകുമ്പോഴാണ് അവർ വരും. അപ്പോൾ സ്വത്തപ്പനൊക്കെ ടാറ്റ കൊടുത്ത് പിന്നെ അവിടെ പോയി